ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് വന്നൊരു ഗിഫ്റ്റാണ്. അത് പൊളിച്ച് നോക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ റേറായിട്ട് മൊത്തത്തിൽ ഗിഫ്റ്റ് കിട്ടാതുള്ളൂ. 24 വർഷത്തിൻ്റെ ഇടവരിലുണ്ടാവുന്ന എത്ര ഗിഫ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും തന്നത് മൊത്തം അമ്മായി തന്നെയാണ്. പിന്നെ വേറെ 2 പേര്, 2 ദിവസം, ഒരു ദിവസം പിന്നെ 8 പഠിക്കുമ്പോൾ സാന്ദ്ര എന്നൊരു ക്ലാസ്മേറ്റും വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ട്. അവർ 2 പേര് വേദ തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് അമ്മായി തരാത്. അമ്മയുടെ ഗിഫ്റ്റാണ്. നമ്മുടെ ആൻമരിയുടെയാണ്. ഇങ്ങനെ ഈ ആൻമരിയുടെ ആ സ്പെഷ്യൽ പെൻസിലും പേനയൊക്കെ കൃത്യമായിട്ടുണ്ട്. എന്താ വിധത്തിലാണ് കൊച്ചായിരിക്കും തൊട്ട്. അവളെക്കാളും എനിക്ക് 12 വയസ്സിന് മൂപ്പുണ്ട്. പക്ഷെ അവൾ ഇതുവരെയായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. എല്ലാ വർഷം വരുമ്പോഴും ഡബിളായിട്ട് കൺഫേം ചെയ്യും. ശരിക്കും ചേച്ചിക്ക് എന്നേക്കാളും 12 വയസ്സിന് മൂപ്പുണ്ടോ, 24 വയസ്സുണ്ടോ, ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിള്ളേർക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ സ്കൂളും കഴിഞ്ഞ് കോളേജും കഴിഞ്ഞിട്ട് ചുമ്മാ ചോദ്യം കുത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ പുള്ളിക്കാരുടെ കത്താണ്. കത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഒറിജിനലാണോ അമ്മ ഏൽപ്പിച്ചാണോ എന്ന് അറിയത്തില്ല. എന്നാലും നല്ല സ്നേഹമുള്ള വെച്ച ശരി സത്യമായിട്ട്. അങ്ങനെ പൊതുവെ ആർക്കും കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ അങ്ങനെ ഒരു പിള്ളേരെ പോലെ അല്ല. 12 വയസ്സേ ഉള്ളൂ. ഇപ്പം 12, ഈ വർഷം 12 ആകുന്നേ ഉള്ളൂ. എന്നാലും പക്ഷേ കൊച്ചരിക്കാൻ തൊട്ട് അങ്ങനെ കൊടുക്കാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. പ്രത്യേകിച്ച് എനിക്ക് തരാനാന്ന് പറയുമ്പോൾ അങ്ങനെ ഒട്ടും ബുദ്ധിമുട്ട് അങ്ങനെ കാണിക്കാറില്ല. ഒരു കൊച്ചാണ്. വളരെ നല്ല 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 സ്വഭാവത്തിനോട് ഇത് കിട്ടി. ഇത് നമ്മളെ ആൻമരി തന്നെ ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആയിരിക്കും ആൻമരി തന്നെ ചെയ്ത എന്തോ പേസ് കൊടുത്ത സാധനം കേട്ടോ. എത്തിക്കൊണ്ട് വെക്കാവും. എന്നോട് സംഭവമായിരുന്നു. എനിക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷം തോന്നിയ അവിടെ കേസ് മൊത്തമല്ല, പൊതുവെ ഒരു സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു വിശ്വസിക്കുന്നതനുസരിച്ച് പിള്ളേരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹോബി വേണം. അപ്പോൾ ഞാനിങ്ങനെ ഇവള് കൊച്ചായിരിക്കാൻ തൊട്ടങ്ങനെ പടം വരയ്ക്കാനോ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നിനും ഒരു കഴിവ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. കൊച്ചൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേന് ഈ ക്രോഷേരുന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോഴാണ് എനിക്കൊരു സന്തോഷമായി. ഒന്നുമില്ലെങ്കിലും ആ ഒരു ഹോബി ഉണ്ടല്ലോ, അത് ഒന്നുമില്ലല്ലോ എന്നുള്ളതല്ല, ശരിക്കും ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ഈ ക്രോഷ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ അവൾ ചെയ്ത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നില്ലല്ലോ, അന്നേരം കുഴപ്പമില്ല. അവിടെ ഒരു ഏജിനനുസരിച്ച് അവൾ ചെയ്യുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയായിരുന്നു. അത് പുള്ളിക്കാരി ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരി അത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഈ 2-3 സ്കെച്ച് ബുക്ക് കൊണ്ടുവന്നു കേട്ടോ.